ഹായ് ഫ്രണ്ട്സ്, എവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രേണുസുതി തന്നെയാണ്. രേണുസുതി അങ്ങോട്ട് വിളയാടുകയാണ്. കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ലൈവിൽ രേണുസുതി പൊക്കിള് വരെ കാണിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലൈവിൽ രേണുസുതി ഒരു ബനിയം പുറത്തൊരു ഷർട്ട് ഇട്ടിരിക്കുക. എന്നിട്ട് ആ ഷർട്ട് നല്ല താഴെ ഇതുള്ള, എന്നിട്ട് അത് വയറിൻ്റെ മുകളിൽ വെച്ച് കെട്ടിയിട്ട് ലൈവ് നടത്തുവാണ്. ഒരു നിക്കറൊക്കെ ഇട്ടാണ് ലൈവ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിലാരോ ഒരാൾ വയറ് കാണിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേണുസുതി ഇതൊക്കെ പൊക്കളൊക്കെ കാണിക്കുകയാണ്. ഇതൊക്കെ എന്ത് ഭാവിച്ചാണോ എന്തോ എന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾ ആ ലൈവ് നോക്കുമ്പോൾ തന്നെ അറിയാം. ഈ മനുഷ്യനെ ഇങ്ങനെ മാറാൻ തന്നെ, അല്ലെങ്കിൽ ഈ അഹങ്കാരം തലയ്ക്ക് പിടിച്ചാൽ എന്ത് ചെയ്യാനാണ്? ഇപ്പൊ പല ആളുകളും പറയുന്നു, രേണുസുതി പൊക്കിളെ കാണിച്ചോണ്ട് ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ ലൈവിൽ പൊക്കിള് കാണിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഉടനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ എന്ത് ലൈവാണ്? ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളൊരു ലൈവ് ഇടുമ്പോൾ അത് മാന്യമായിട്ട് ലൈവ് ഇടണം. ഇത് സബ്സ്ക്രൈബറിന്റെ എണ്ണം കൂട്ടാനും റീച്ചിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രാന്തങ്ങൾ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു ഉളുപ്പ് വേണ്ടേ ആ സ്ത്രീക്ക്? ഒരു ഉളുപ്പും ഇല്ലാതെ എന്നിട്ട് ആൾക്കാരെ നീയൊക്കെ ആസ്വദിച്ച് കണ്ടിട്ട് നീയൊക്കെ വീഡിയോ ഇടുവല്ലേ എന്ന് പറഞ്ഞ് ഇരിക്കുക. അപ്പോൾ അവർ കാണിക്കാൻ വേണ്ടി തന്നെയല്ലേ? ആസ്വദിച്ച് എന്ന് അങ്ങനെ പറയുകയാണെങ്കിൽ അവർ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതുപോലുള്ള പേക്രാന്തങ്ങൾ, ഇതുപോലുള്ള വീഡിയോകളും ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരത് പ്രതികരിക്കും. അത് സ്വാഭാവികമാണ്. എന്നിട്ടാണ് രേണുസുതി അയ്യോ എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ ഇടുന്നു, നിങ്ങളൊക്കെ ആസ്വദിച്ചില്ലേ, നീ നന്നായിട്ട് ആസ്വദിച്ചിട്ട് ഏതോ ഓർത്തൻ. പിന്നെ നല്ല വ്യത്യാസം, നല്ല തെറിയും പറയുന്നുണ്ട്. നല്ല അവരെ ലൈവ് നല്ല തെറിയും പറയുന്നുണ്ട്. അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്നുവെച്ചാൽ നമ്മുടെ വീഡിയോ ഒരുപാട് സ്ത്രീകളെ കാണുന്നുണ്ട്, അതും ഞാൻ പറയുന്നില്ല. നല്ല തെറിയും അവർ പറയുന്നുണ്ട്. ഞാൻ മാക്സിമം രേണുസുതിനെ നേരത്തെയൊക്കെ നല്ലപോലെ സപ്പോർട്ട്. എന്ന് വെച്ചാൽ അവരെ ഒരുപാട് പേര് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഒരുപാട് പേര് വെറുതെ ചീത്ത വിളിക്കുന്ന അനാവശ്യമായിട്ട് ഒക്കെ ഞാൻ വീണിട്ടുണ്ട്, അവരെ അങ്ങനെ വിളിക്കരുതെന്നൊക്കെ പറയും. പക്ഷെ ഇപ്പം അവർക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഒരു ലൈവ് ആകുമ്പം അതിൽ കാട്ടിക്കൂട്ടുന്ന പിക്കറുകൾ നിക്കറിട്ടുകൊണ്ട് ലൈവ് ഇടുക, എന്നിട്ട് തുടഭാഗമൊക്കെ കാണിച്ചു കൊടുക്കുക. നമുക്കൊക്കെ ഒരു ലജ്ജയില്ല. ഇത് സബ്സ്ക്രൈബറിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടി ആളുകൾ കൂടുതൽ അവരുടെ ലൈവ് കാണാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്നതാണ്. ഒരു ഉളുപ്പില്ലാത്ത സ്ത്രീ ആയിപ്പോയില്ല ഇവര്. സ്ത്രീകൾക്ക് തന്നെ അവമാനമാണെന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാം. വെറുതെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നു, ഓരോ കോപ്രാന്തകൾ കാട്ടിക്കൂട്ടുന്നു. എന്തിന്റെ ആവശ്യമാണോ ഇവർക്ക്? പൈസ ഇപ്പം ഇല്ലാഞ്ഞിട്ടോ ആണെന്നൊന്നുമല്ല. പൈസ ഇപ്പം നല്ലപോലെ പുള്ളിക്കാരിക്ക് നല്ല പൈസ കിട്ടുന്നുണ്ട്. ഒരുപാട് ആൽബം, രേണുസുതിയുടെ ഒരുപാട് ആൽബങ്ങളും ഷോർട്ട് ഫിലിം ഇറങ്ങുന്നുണ്ട്. അതിൽ നിന്നൊക്കെ രേണുസുതിക്ക് നല്ല പൈസ കിട്ടുന്നുണ്ട്. എന്നിട്ടാണ് ഈ കാട്ടായം കാണിക്കുന്ന ഓർക്കണം. അഹങ്കാരം തലയ്ക്ക് പിടിച്ച പഴയ രേണുസുതി അല്ല. പണ്ട് സുധിച്ചേട്ടൻ മരിച്ച സമയത്തുണ്ടായിരുന്ന ആ രേണുസുതി അല്ല അവർ കാട്ടിക്കൂട്ടുന്ന എന്തൊക്കെയാണെന്ന് പോലും നമുക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം എന്തൊക്കെ കാണാനിരിക്കുന്നു, ഓരോ ലൈവിലും ഓരോന്ന് കാണാനിരിക്കുന്നു. ഇമാതിരിയൊക്കെ കാട്ടാൻ കാണിക്കുമ്പോൾ ഒരു ഉളുപ്പെങ്കിലും ലേശം വേണ്ടേ? നിങ്ങൾ തന്നെ പറ, ഒരു ഉളുപ്പ് വേണ്ടേ? ഒരു ഉളുപ്പില്ലാതെ ആണ് ലൈവ് നടത്തുന്നത്. നിങ്ങൾ തന്നെ പറ, ഇങ്ങനെയുള്ള ലൈവുകളൊക്കെ നടത്തുമ്പോൾ ഒരു സ്ത്രീകൾക്ക് തന്നെ അപമാനമല്ലേ? എത്രയോ മാന്യമായിട്ട് ജീവിക്കുന്ന ഇതുണ്ട്, എത്രയോ ഭർത്താക്കന്മാർ മരിച്ച സ്ത്രീകളുണ്ട് നമ്മുടെ ഇടയിൽ. അവരൊക്കെ നല്ല മാന്യമായിട്ടല്ലേ ജീവിക്കുന്നത്. ഇവർക്ക് മാന്യമായിട്ട് ഇപ്പം ഒരു തൊഴിലുണ്ട്. നമ്മുടെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ആൽബങ്ങളും ഷോർട്ട് ഫിലിമും ചെറിയ സിനിമയിലൊക്കെ ഇവർ കയറിയിട്ടുണ്ട്. പക്ഷേ ഇത് വല്ലാത്ത കളിയായിപ്പോയി ഈ രേണുസുതി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ ഉടനെ വരും. താങ്ക് യു, ബൈ ബൈ.